ഓക്കെ ക്ലാസ് എടുക്കും. ഇല്ല 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 ഇല്ല. റിയലി സോറി, റിയലി സോറി. അമ്മമ്മ തലേദിവസം വരെ അതിൻ്റെ പ്രൊമോ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ മോൻ്റെ പ്രൊമോ വരാൻ പോവാണ്. ടി വിയിൽ കണ്ട്. നൈറ്റായിരുന്നു ടെലികാസ്റ്റ്. അന്ന് രാവിലെ ഒരു 11 മണിയായപ്പോൾ അമ്മ മരിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് കാണാതെ പറ്റിയിട്ടില്ല. ഇപ്പം 2 വർഷം കഴിയുന്നു. എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിൽ മാത്രമാണ് എൻ്റെ മാസ്റ്റേഴ്സ് പോലും ഞാൻ ചെയ്യാതെ ഇതിലേക്ക് മാറിയത്. എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡാൻസർ ആവണം, ഡാൻസിലൂടെ എൻ്റെ മോൻ എല്ലാവരെയും അറിയണം. ആകാശിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു ചാന്ത് പൊട്ട് ലുക്ക് ഉണ്ടെന്നും പറഞ്ഞ് കമൻസ് കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ചാന്ത് പൊട്ടാവട്ടെ, 9 ആവട്ടെ, അലി ആവട്ടെ, നൊസ് ആവട്ടെ, എന്തോ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഒരു പ്രശ്നമേ ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമല്ല. വെയിറ്റ്, അയ്യോ അല്ലല്ല, ഞാൻ എവിടെയല്ല ഞാൻ പറയും. കാരണം വെച്ചാൽ ഞാൻ അധ്വാനിക്കുന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഷ്ടപ്പാടാണ്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എൻ്റെ ജീവിതം. അതെനിക്കിപ്പോൾ ആദ്യം അഡ്വൈസിൻ്റെ ആവശ്യമില്ല. ഡാൻസറിനോ ഈ കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്നെ പോലെ ഒരു ജതി പറയാൻ പറ്റുമോ? താളം തട്ടി ജതി പറയാൻ പറ്റുമോ? എന്നെ പോലെ ഡാൻസ് കളിക്കാൻ പറ്റുമോ? എന്നെ പോലെ ഒരു എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. LGBT എനിക്ക് എത്രയോ പേര്, എനിക്ക് ഗേസിനെ അറിയാം, ലെസ്ബിയൻസിനെ അറിയാം, ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവരും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട്. ഇനി ഏവൻ പറഞ്ഞാലും എനിക്ക് ഷോർട്സ് ഒക്കെ ഇടില്ലേ, നമ്മളെ ഫ്രീ ടൈമിലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കും ആകാശ് മലയാളി അല്ലേ? ബേസിക്കലി ഞാൻ ഒരു പാതി മലയാളി പാതി തമിഴാണ്. എൻ്റെ മദർ ടങ് തമിഴാണ്. ഇപ്പോഴും സംശയമാണ് ജലജ മലയാളിയാണെന്ന് ആൾക്കാർക്ക് സംശയമുണ്ട്. മലയാള സിനിമയിൽ എന്താ പ്രശ്നം? അല്ല, വേറെ ഏത് ഇൻഡസ്ട്രിയെക്കാട്ടിലും ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടൈപ്പ് ക്യാരക്ടറെ കിട്ടത്തുള്ളൂ. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ അതുണ്ട്. മതം മാറും അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? മതം മാറിയിട്ടുണ്ട്. അവൾ മുസ്ലിം ആയിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ്. കല്യാണ സമയത്താണോ മതം മാറിയത്? സ്നേഹിച്ച് കല്യാണ സമയത്ത് നിക്കാഹ് ചെയ്യണമെങ്കിൽ മാറണം. അങ്ങനെ മതം മാറി. വീട്ടുകാരൊക്കെ എതിർപ്പുണ്ടായിരുന്നോ? വെൽക്കം ടു ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെൻറ്റ്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏഷ്യാനെറ്റിലെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പത്തരമാറ്റ് സീരിയലിലെ അമ്മയും മകനും ആകാശും സ്മിതയും. വെൽക്കം ടു ദി ഷോ. ഹായ്, താങ്ക് യു. ഫസ്റ്റ് നെയിം വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ആകാശിൻ്റെ സംസാരത്തിലൊരു ചെറിയൊരു ടച്ച്, എന്തോ ഒരു പേച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ സീരിയൽ കാണുന്ന ആൾക്കാർക്ക് ഞാൻ അല്ലാണ്ട് സീരിയലിലെ ഷോർട്സ് ഒക്കെ ഇടില്ലേ, നമ്മളെ ഫ്രീ ടൈമിലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കും ആകാശ് മലയാളി അല്ലേ? ബേസിക്കലി ഞാൻ ഒരു പാതി മലയാളി പാതി തമിഴാണ്. എൻ്റെ മദർ ടങ് തമിഴാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 years ആയി ഞാൻ ഇവിടെ സെറ്റിൽ ആയിട്ട്. അതിപ്പോൾ സ്മിതയ്ക്ക് അറിയാൻ പറ്റും. എനിക്ക് ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡയലോഗ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കും ചിലപ്പോ. അത് നമ്മൾ രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ. അപ്പോ ഇവരാണ് അല്ല, അത് ഞാൻ കറക്റ്റ് ലിപ്പ് ഒപ്പിക്കും. പക്ഷെ അതിന്റെ ഞാൻ ഈ ഇപ്പൊ എന്റെ പത്രമാറ്റിൽ അബി എന്ന ക്യാരക്ടറിന്റെ ഒരു 90% ഞാൻ കൊടുക്കുന്ന എൻ്റെ ഡബിങ് ആർട്ടിസ്റ്റാണ്. എൻ്റെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഏഷ്യനെറ്റിൽ എല്ലാവർക്കും അറിയാം. സിദ്ധാർത്ഥിനാണ്. കാരണം എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് വെച്ച് ഞാൻ പറഞ്ഞ പൊട്ടത്തനം എല്ലാം കേട്ട് പുള്ളിക്കാരൻ കറക്റ്റ് സിങ്ക് ചെയ്ത് എൻ്റെ ആ റിയാക്ഷൻ അനുസരിച്ച് ഡബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഡാൻസർ ആണല്ലേ? അതെ. ഞാൻ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യം കുച്ചിപ്പുടി ഭരതനാട്യം കഴിഞ്ഞ ആളാണ്. ക്ലാസ്സസ് ഒന്നും എടുക്കുന്നില്ല, കാരണം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ദാറ്റ്സ് വൈ. അല്ലാണ്ട് ചെയ്തു. ഇപ്പം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രോഗ്രാം ചെയ്യുമായിരുന്നു. എവിടെ, പുറത്താണോ അതെയോ? പുറത്തും ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെയും കുറെ അമ്പലങ്ങളുടെ പ്രോഗ്രാംസ് കുറെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. സ്മിത ബേസിക്കലി മോഡലിംഗ് എന്നല്ലേ സീരിയലിലേക്ക് വന്നത്? അതെ, ഞാൻ ആക്ച്വലി ഒരു BSc നേഴ്സ് ആണ്. വളരെ യാദൃശ്ചികമായിട്ട് മോഡലിംഗിലേക്ക് വന്നതാണ്. അങ്ങനെ മോഡലിംഗ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സിനിമയൊക്കെ ചെയ്യാൻ പറ്റി. ആ സമയത്ത് എനിക്കൊന്നൊരു 9 സിനിമ ചെയ്തിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഫീൽഡ് അങ്ങ് വിട്ടു. ഇപ്പൊ കോവിഡിന്റെ ടൈം ആയപ്പോ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നപ്പോ എന്റെ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിലാ 2-3 വർഷം അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനങ്ങനെ ആ സമയത്ത് ഫോട്ടോഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഇതല്ലേ, അപ്പൊ എന്നാ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇതിലേക്ക് വീണ്ടും സീരിയലിലേക്ക് വന്നത്. ഈ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ഏത് വർഷമായിരുന്നു? 2012. രണ്ടുപേരും ഏകദേശം
അതെ, ആ തുടക്കം ഞാൻ സീരിയൽ ചെയ്യുന്നു, സ്മിത സിനിമ ചെയ്യുന്നു. സത്യം. അതിങ്ങനെ അന്ന് ആ സിനിമയൊക്കെ കണ്ടിന്യൂ ചെയ്തു പോയിരുന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടറുകളൊക്കെ അല്ല, അതിന് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. സ്മിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്ന് ഇപ്പൊ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാം. കാരണം ഞങ്ങള് അതെ പത്രമാറ്റ് ബാക്കി ഏത് സീരിയല് അവരെ കുറ്റം പറയല്ല, ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്ത അത് നമ്പർ 1 നമ്മള് അല്ലേ. അതാണ് എൻ്റെ ഒരു ഭാഗ്യം. ഏഷ്യാനെറ്റിൽ എൻ്റെ ഇത് 3ാമത്തെ സീരിയലുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയിൽ ഞാൻ തുടങ്ങി, തൂവൽ സ്പർശത്തിൽ ഞാൻ നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. അത് കണ്ടിട്ടാണ് ഏഷ്യാനെറ്റ് എനിക്ക് ഈ ഒരു ഇതിലും വൻ നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് അവർ തന്നത്. ബാക്കിയുള്ളവർക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മളൊക്കെ ഒരു ഫ്രീ ടൈമിൽ ഒന്നീ സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ കറങ്ങാൻ പോകും ഫ്രണ്ട്സുമായിട്ട്, അല്ലെങ്കിൽ എവിടെയും ട്രാവലിംഗ് പോകും. എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാവലിംഗ് ആണ് കൊടുക്കുന്നത്. അമ്പലങ്ങളും അല്ലാണ്ട് കുറച്ച് നോർത്തിൽ പോകാനും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്മിതയെ സംബന്ധിച്ചോളം എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എൻ്റെ അടുത്ത ഷെഡ്യൂളിന് എന്താണ്, അതായത് എല്ലാവരും എന്നെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വേറെ കുറച്ച് ഇതായിട്ടിട്ടാൽ എല്ലാരും പറയും. ഇപ്പൊ നീന ചേച്ചി ഇല്ലേ, നീന ചേച്ചി പറയും ഇതെന്താ സ്മിത ജലജ ആയില്ല കേട്ടോ നീ, പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെ ആയില്ല. അപ്പൊ ഞാൻ അത് കീപ്പ് ചെയ്യണ്ടേ? എല്ലാവരും എന്തൊരു എക്സ്പെക്ടേഷനിലാണ് വരുന്നത്? ജലജയുടെ ഒരു കോസ്റ്റ്യൂം സെൻസ്. ജലജ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മലയാളം അല്ലല്ലോ, ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഫാൻസി സാരീസ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക, ഓർണമെന്റ്സ് ഒക്കെ കുറച്ച് അല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നോർമൽ അമ്മ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആകുമ്പം പട്ടുസാരി, ലോട്ട്സ് ഓഫ് ജുവൽസ് അങ്ങനെ ഇട്ടിട്ടാണ് പ്രസന്റ് ചെയ്യുക. ജലജയെ സംബന്ധിച്ചിടത്തോളം ജലജയെ സംബന്ധിച്ചിടത്തോളം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ്. കാരണം ഡിഫറെൻറ്റ്, അതായത് കളർ വേരിയൻറ്റേ ഇല്ല. ഇഷ്ടമുള്ള ബ്രൈറ്റ് കളേഴ്സ്, നിയോൺ കളേഴ്സ്, വെറൈറ്റീസ് ഓഫ് ജ്വൽസ്, വലിയ വലിപ്പം, അത് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് ആൾക്കാരെ ഒരു എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പം അത് ഭയങ്കര കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ പത്രമായിട്ട് സീരിയലിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എപ്പിസോഡ്, അതായത് ഷൂട്ട് തുടങ്ങുന്നത് ഞാനും ജലജയുടെയാണ് ഫസ്റ്റ് സീൻ. അപ്പം മുതൽ ഞങ്ങൾ ആ ഒരു വേവ് ലെങ്ത്, ഞങ്ങൾ ഒരു നല്ലൊരു ബോണ്ടിങ് ആണ്. അപ്പം മുതൽ ആൾക്കാർ പറയണ്ടേ ജലജയുടെ ഒരു കോസ്റ്റ്യൂം, ജലജയുടെ ഒരു ലുക്ക്, അപ്പിയറൻസ് എല്ലാം ഒരു മലയാളിയേ അല്ല. ഈവൻ ഐ ഓൾസോ സി ഇൻസ്റ്റാഗ്രാം പേരാണ് കാറ്റ് അയ്യർ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പൂച്ചക്കണ്ണി അല്ലേ? അപ്പൊ നോർമൽ മലയാളിക്ക് നമുക്കത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം ഈ നമ്മളെ ഡ്രസ്സിങ് സെൻസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു മലയാളിയാണെന്ന് ഇപ്പോഴും സംശയമാണ്. ജലജ മലയാളിയാണെന്ന് ആൾക്കാർക്ക് സംശയമുണ്ട്. നോർത്ത് ആണോ പത്തനംതിട്ടക്കാരി? ആലോചിച്ചോക്ക്, പത്തനംതിട്ട കുഗ്രാമം, ആഫ്റ്റർ മോഡലിംഗ്, BSc നഴ്സിംഗ്, ഇപ്പം കൊച്ചിയിലാണ് മോഡലിംഗ്, പിന്നെ സിനിമ, ഫൈനലി ഷീൻ സീരിയൽ. ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ? ഇപ്പൊ റിയൽ ട്രാൻസ്ഫോർമേഷൻ ഇതല്ലേ? അതെ. ആകാശിന്റെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? അയ്യോ, എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞാനൊരു 9th സ്റ്റാൻഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ട്രിവാൻഡ്രത്തിലേക്ക് വന്നത്. ബേസിക്കലി എൻ്റെ അച്ഛൻ മലയാളിയാണ്, അമ്മ തമിഴാണ്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പകുതി സ്കൂളിങ് അവിടെയും പകുതി സ്കൂളിങ് ഇവിടെയായിരുന്നു. 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ കറസ്പോണ്ടൻ്റ് ആയിട്ടാണ് ചെയ്തത്. +1 +2 എല്ലാം ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. BA എക്കണോമിക്സ് ആണ് ഞാൻ പഠിച്ചത്. അതും ഞാൻ കറസ്പോണ്ടൻ്റ് ആയിട്ടാണ് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ. അതിനുശേഷം എൻ്റെ അമ്മൂമ്മയുടെ ആഗ്രഹം, എൻ്റെ അമ്മൂമ്മ ബേസിക്കലി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. AVM സ്റ്റുഡിയോയിലെ മെയിൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സാവിത്രി അമ്മാൾ എന്നാണ് എൻ്റെ അമ്മൂമ്മയുടെ പേര്. അമ്മൂമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ പേരക്കുട്ടി എന്നെപ്പോലെ, എൻ്റെ ഫാമിലി വേറെ ആർക്കും കലയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പം എൻ്റെ അമ്മൂമ്മയുടെ ആഗ്രഹമായിരുന്നു എൻ്റെ മോനെ സിനിമ സീരിയലിലേക്കൊക്കെ മാറ്റണമെന്ന്. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിരുന്നു ദൂരദർശനിലെ ഭർത്താവ് എന്ന് പറഞ്ഞ ടെലിഫിലിമിൽ KPS ലളിത ആൻറ്റിയുടെ ചെറുമകനായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതിലെനിക്ക് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ടെലിഫിലിം അവാർഡ്സിന്, നാഷണൽ അവാർഡ്സിന് പോകുമ്പം മെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഏഷ്യാനെറ്റിലെ പാരിജാതം എന്ന സീരിയലിലാണ് ഞാൻ ഫസ്റ്റ് തുടക്കമിടുന്നത്. അതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാരക്ടർ, അതായത് ജയബാൽ എന്ന് പറഞ്ഞ നമ്മളുടെ ആ ഒരു JP എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലം ഞാനാണ് ചെയ്തത്. അതിനുശേഷം കുറേ ഷോർട്ട് ഫിലിംസ്, അതിനുശേഷമാണ് ഞാൻ മെയിൻലി എൻ്റെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ അമ്മ സീരിയലിലൂടെയാണ്. ഓക്കെ. അപ്പം എൻ്റെ ഒരു ജേണി അങ്ങനെയായിരുന്നു.
അപ്പം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ അമ്മമ്മ എന്ത് പറയുന്നു അത് ചെയ്യണം എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ സ്ട്രിക്റ്റ് അല്ലായിരുന്നു, പക്ഷെ അമ്മമ്മയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നിലൂടെ അമ്മമ്മ സാധിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ. എൻ്റെ അമ്മമ്മ ഇപ്പോൾ ഇല്ല, 2 വർഷമായി. എൻ്റെ എല്ലാം ആയിരുന്നു എൻ്റെ അമ്മമ്മ. ബേസിക്കലി ഇപ്പം എനിക്ക് അമ്മയില്ല, അമ്മ മരിച്ചു, അച്ഛൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മമ്മയായിരുന്നു എൻ്റെ എല്ലാം. അമ്മമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ ഒരു നില എത്തണം എന്നുള്ളത്. അതിലെനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ പത്തരമാറ്റിൻ്റെ ടെലികാസ്റ്റിൻ്റെ അന്നാണ് എൻ്റെ അമ്മമ്മ മരിക്കുന്നത്. ഫസ്റ്റ് ടെലികാസ്റ്റിൻ്റെ അന്നാണ് എൻ്റെ അമ്മമ്മ മരിക്കുന്നത്. അത് എൻ്റെ അമ്മമ്മ 2 വർഷമായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അമ്മമ്മയുടെ എല്ലാ കാര്യവും നോക്കിയിട്ടാണ് രാവിലെ ഞാൻ ഷൂട്ടിലേക്ക് പോകുന്നത്. അമ്മമ്മ തലേദിവസം വരെ അതിൻ്റെ പ്രൊമോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൻ്റെ പ്രൊമോ വരാൻ പോവാണ് ടി വിയിൽ കണ്ട്. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നൈറ്റായിരുന്നു ടെലികാസ്റ്റ്. അന്ന് രാവിലെ ഒരു 11 മണിയായപ്പോൾ അമ്മ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് May 15 എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആണ് എനിക്കത്. ബിക്കോസ് എൻ്റെ മെയ് മാസം തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ. May 9th ആണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. വെരി സോറി. May 9th ആണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പം May 15 എൻ്റെ അമ്മ മരിക്കുകയാണ്. അപ്പം അമ്മമ്മയ്ക്ക് ഭയങ്കര എക്സ്പാൻഷൻ എന്നുള്ളത് അമ്മമ്മയ്ക്ക് കാണാതെ പറ്റിയിട്ടില്ല. ഇപ്പം 2 വർഷം കഴിയുന്നു. ഇല്ല അങ്ങനെ അമ്മൂമ്മ ഭയങ്കര അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്ഡാ. അങ്ങനെ അമ്മൂമ്മ അമ്മൂമ്മ മാത്രമേ ഉള്ളായിരുന്നു എപ്പോഴും. അമ്മൂമ്മ അപ്പൊ അത് ഒരു ഭയങ്കര ഒരു ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല. ആക്ച്വലി എൻ്റെ അമ്മൂമ്മയുടെ ആഗ്രഹത്തിൽ മാത്രമാണ് എൻ്റെ മാസ്റ്റേഴ്സ് പോലും ഞാൻ ചെയ്യാതെ ഇതിലേക്ക് മാറിയത്. എൻ്റെ അമ്മൂമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡാൻസർ ആവണം, ഡാൻസിലൂടെ എൻ്റെ മോൻ എല്ലാവരെയും അറിയണം. അമ്മൂമ്മയുടെ കരിയർ വരെ അമ്മൂമ്മ നശിപ്പിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തിലേക്ക് മാറിയൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് നിമിഷം വരെ എനിക്ക് അമ്മൂമ്മയെ നോക്കാൻ പറ്റി. അമ്മൂമ്മ ഞാൻ മരിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ചായയും ബിസ്ക്കറ്റും കൊടുത്ത് കഴിച്ചിട്ട് അമ്മൂമ്മ എന്നെ നോക്കി. അമ്മൂമ്മയുടെ ഒരു ഫേസിലൊരു അമ്മൂമ്മ അറ്റാക്കായിരുന്നു. ഒരു ഫേസിൽ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോയി. ഞാൻ എൻ്റെ തോളിൽ വെച്ച് എൻ്റെ അമ്മൂമ്മ എൻ്റെ തോളിൽ വെച്ചാണ് മരിക്കുന്നത്. സോ എൻ്റെ അമ്മൂമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ഇതുവരെ എത്തി. അമ്മൂമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇതുവരെ എത്തി. ഒരു കുഴപ്പവും സംഭവിക്കാതെ നല്ല രീതിയിൽ പോകുന്നു, സക്സസ് ആയിട്ട് പോകുന്നു. ഇനിയുള്ള ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നു. എല്ലാം അമ്മൂമ്മയുടെ അനുഗ്രഹത്തോടെ. അത്രയേ ഉള്ളൂ. അമ്മൂമ്മ സീരിയല് ടി വിയിൽ കണ്ടില്ലെങ്കിലും നേരിട്ട് വന്ന് ലൊക്കേഷനിൽ വന്ന് അയ്യോ ഇഷ്ടം പോലെ അമ്മൂമ്മ. എനിക്ക് തോന്നുന്നു പത്തരമാറ്റിൻ്റെ ഒരു മുമ്പ് ഞാൻ ചെയ്ത തോൽ സ്പർശം ഏഷ്യനെറ്റിൽ ആ സീരിയൽ വരെ അമ്മൂമ്മ വരുമായിരുന്നു. പിന്നെ ആയപ്പോൾ അമ്മൂമ്മ ഒന്ന് വാഷ്റൂമിൽ നിന്ന് സ്ലിപ്പായി വീണതിന് ശേഷം അമ്മൂമ്മ പേടിച്ചു പോയി, പിന്നെ നടക്കാണ്ടായി. അപ്പം അതുകൊണ്ടുള്ള ഒരു ഇതല്ലാണ്ട് അമ്മൂമ്മ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അമ്മൂമ്മ എൻ്റെ കൂടെ വരുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇരിക്കുമായിരുന്നു. എൻ്റെ മോനെ എനിക്ക് കാണണം. അമ്മ ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ ഇരിക്കും. ക്യാമറയാണെങ്കിൽ ക്യാമറയുടെ ബാക്കിലിരിക്കും. ഡയറക്ടറിൻ്റെ അടുത്തൊരു ചെയറിലിട്ട് അമ്മ അവിടെ ഇരിക്കും. എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയും. അമ്മ എപ്പോഴും പറയും, എന്നടാ നീ കാട്ടറ, നീ ഒളുങ്കാൻ അടിയടാ നീ എന്ന് പറയും. അമ്മ പറയും, നീ അത് ചെയ്ത് ശരിയില്ല, നീ അത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഭയങ്കര വഴക്ക് പറയുമായിരുന്നു. ഡാൻസ് ആണെങ്കിൽ പറയും, നിന്റെ കൂടെ കളിക്കുന്ന ആൾക്കാരെ കണ്ടു നോക്ക്, അവരെക്കാട്ടി കുറച്ചുകൂടി നല്ല രീതിയിൽ നീ കളിക്കണം, ഞാനിരിക്കണം നീ നോക്കേ വേണ്ട എന്നുള്ള. അമ്മ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളുമാണ്. അമ്മമ്മയാണ് ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരാൾ. അമ്മമ്മയെപ്പോലെ എൻ്റെ ലൈഫിൽ നിന്നല്ല ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അമ്മമ്മയെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ലൈഫ് എനിക്ക് വേണ്ടി മാറ്റി വെച്ച അമ്മമ്മയാണ്. ശരിക്കും എത്ര വയസ്സുണ്ട്? പറയൂ ഞാൻ പറയാം. എൻ്റെ ഏജ് 1995, എൻ്റെ ഏജ് 30 ആണ്. 30 ആണ് എൻ്റെ ഏജ്. അവനൊരു പ്രശ്നമില്ല, കാരണം വളരെ ഏജ് കുറവാണ്, അതുകൊണ്ട് അവന് പ്രശ്നമില്ല. എനിക്ക് ഏജ് കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അതിലെ ആൾക്കാർക്ക് മനസ്സിലാവും എനിക്ക് ഏജ് കൂടുതലാണ്. ഏജ് ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച കുട്ടികൾക്ക് എന്താണെങ്കിലും എന്റെ ഏജ് അറിയില്ലേ, പക്ഷെ അല്ലാത്ത ആൾക്കാർ അറിയണം, അതിന്റെ ആവശ്യമില്ല. കാരണം എന്നെ കാണുന്ന ലുക്ക് അല്ല. എന്നാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനൊരു ആൻസർ പറയണം. യു ഷുഡ് ആൻസർ പ്ലീസ്. സന്തൂർ മമ്മിയായിട്ട് എല്ലാരും ഇപ്പൊ ഒരു പറച്ചിലുണ്ട്. അല്ലല്ല, ഇപ്പൊ എല്ലാരും പറയും സ്മിതയെ കണ്ട സന്തൂർ മമ്മി. ഈ പല കമന്റ്സ് എനിക്ക് ദേഷ്യമാ വരും. സന്തൂർ മമ്മി എന്നോ? കാര്യം പറയട്ടെ, വേണമെങ്കിൽ എന്റെ
ന്യൂസ് പേപ്പറിലൊക്കെ കൊടുക്കാൻ പറ്റും. എന്ത് കാരണം ഈ ഏജിലും ഇങ്ങനെ ഇരിക്കുന്നു. എന്തിന് ന്യൂസ് പേപ്പറിൽ അല്ല വൺ സെക്കൻഡ് ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ട് എന്താണ് കാര്യം? കാരണം എന്താ ബെനിഫിറ്റ് എന്താ? ഇൻസ്പിറേഷൻ ആവാൻ ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ വയസ്സ് എത്രയെന്ന് പറയണം 10 വർഷം കഴിഞ്ഞ് പറയാം. ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇനി സിനിമയിൽ ഹാഫ് സെഞ്ചുറി അടിക്കാനാണോ 10 വർഷം കഴിഞ്ഞ? സിനിമയിൽ മലയാള സിനിമ ഹാഫ് സെഞ്ചുറി അടിക്കാനാണോ 10 വർഷം കഴിഞ്ഞ? മലയാള സിനിമയിൽ എന്താ പ്രശ്നം? എല്ലാവരും നിങ്ങൾക്ക് എടുത്തിടാനല്ലേ എനിക്കറിയാം. കണ്ടന്റ് അല്ല, വേറെ ഏത് ഇൻഡസ്ട്രിയെക്കാട്ടിലും ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടൈപ്പ് ക്യാരക്ടറെ കിട്ടത്തുള്ളൂ. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതുണ്ട് അല്ലേ? കരീന കപൂറിന് അപ്പൊ കുട്ടിക്ക് അത് റിവീൽ ചെയ്യാനുള്ള താല്പര്യമില്ല. ഇപ്പോഴും വേണേ നായികയാക്കും. എത്ര 44 ഇയേഴ്സ് ഉണ്ട്. ഇപ്പോഴും വേണേ നായികയാവും. പക്ഷെ നമ്മുടെ മലയാളത്തിലാക്കുവോ? ഇല്ല. വന്നല്ലോ, ഏജ് ചോദിച്ചു കിട്ടിയല്ലോ. 41 വയസ്സുണ്ട് സ്മിതയ്ക്ക്. 44 44 എന്നല്ലേ പറഞ്ഞേ? ഞാൻ 44 എന്ന് പറഞ്ഞു. കരീന കപൂറിന്റെ ഏജാ പറഞ്ഞ 44 എന്ന്. എന്റെ അല്ല, എനിക്കതൊന്നും ഇല്ല. ഞാൻ 40 കടന്നിട്ട് പോലും ഇല്ല. ഞാൻ 30കളിലാണ്. ഇപ്പൊ എന്റെ പ്രായം. My God. നമുക്ക് അക്കുനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാ മതിയോ? അക്കുനൊരു പാർട്ണർ വേണം. കാരണം നമ്മുടെ അവിടെ വന്ന് ഭയങ്കര ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കില്ല എന്റെ പണി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഭയങ്കര ഫ്രീഡം ആണ്, അങ്ങനെ നീയൊക്കെ ഇങ്ങനെ നടന്നോടി, അങ്ങനെ ഇങ്ങനെ. അപ്പൊ അവന് എനിക്ക് തോന്നുന്നില്ല അവന് കല്യാണം കഴിക്കുമെന്ന്. കാരണം അല്ല, അങ്ങനെയൊന്നും പറഞ്ഞ ആൾക്കാർ വേറെ വല്ലതും വിചാരിക്കും. മിണ്ടാണ്ടി അവിടെ ഇന്നത്തെ ഒരു ന്യൂജൻ ടൈപ്പ് ഒരു വൈബാണ്. കഴിഞ്ഞോ? അല്ല, പ്രണയത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കോ കുറച്ചുകൂടെ ഇവന്റെ കാര്യത്തിലില്ല, ഇവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം. കുഞ്ഞു കാര്യത്തിനൊക്കെ പിണങ്ങും നമ്മളോട്. അപ്പൊ കുഞ്ഞു കാര്യത്തിനൊക്കെ പിണങ്ങും. അപ്പൊ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഒരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. അങ്ങനത്തെ ഒരാള് വരട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരണമെങ്കിൽ നമ്മൾ മെൻ്റലി ഫിനാൻഷ്യലി എല്ലാം സെറ്റിൽഡ് ആവണമെന്ന് എനിക്കൊരു ഇതാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവരൊക്കെ എന്നെ റെൻറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ച ഒരാൾക്കാരാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്കൊരു പാർട്ട്ണർ വരുമ്പം എനിക്കായിട്ട് സ്വന്തം എന്തായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള എൻ്റെ ഒരു കോൺസെപ്റ്റോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ വിളിച്ചുകൊണ്ടൊരു വ്യക്തി ഭയങ്കര എക്സ്പെക്റ്റേഷനിലായിരിക്കും വരിക. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഒരു പാർട്ട്ണർ നമ്മൾ അത്രയും കെയർ ചെയ്യുക എന്നുള്ളത്. കാരണം അവർ വേറൊരു ലൈഫിൽ ജീവിച്ച ഒരാളായിരിക്കാം. നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ആ കിട്ടുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടാവണമില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോൾ സെറ്റിൽ ആവണോ, കുറച്ചെങ്കിലും ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാവും എന്ന് എനിക്ക് ബോധ്യമാവുന്ന സമയത്ത് ഞാൻ കെട്ടുന്നുള്ളൂ. അതുവരെ ലൈഫ് എൻജോയ് ചെയ്യുക. കാരണം ഇപ്പോൾ കല്യാണം കഴിച്ചാൽ മാത്രം തന്നെ ഒരു ലൈഫ് എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. മുമ്പുള്ളവർക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ പറഞ്ഞു നിനക്കിനി ഒരു പെണ്ണ് നോക്കണം. ഞാൻ പറഞ്ഞു ആ ടോപ്പിക്ക് അതോട് സ്റ്റോപ്പ് ചെയ്യുക. യുവർ ലൈഫ് ഈസ് യുവർ ലൈഫ്. നിങ്ങൾ അങ്ങനെ ആയിരുന്നു. കുറേ ഡ്രോപ്സ് ഉണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അറ്റ് ദ ലാസ്റ്റ് ഡിവോഴ്സ് എന്നുള്ള ഒരു വാക്ക് എനിക്ക് താല്പര്യമേ ഇല്ല. സോ എനിക്ക് എപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു, എനിക്ക് പറ്റുന്ന എന്നെ മനസ്സിലാക്കുന്ന ആൾ അപ്പോൾ വരുന്നു, അപ്പോൾ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ ലൈഫ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും. അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക, അതടിച്ചു. എൻ്റെ മെയിൻ എനിക്കെല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി 15 ദിവസം എല്ലാം അമ്പലത്തിൽ പോകും. അതും ദൂരെയൊക്കെ പോകും. മനസ്സിലായി? ഇപ്പൊ വാരണാസി പോയി 2 പ്രാവശ്യം, ഹരിദ്വാർ, ഋഷികേശ് പോയി. പിന്നെ ഇവിടാണ് ചോറ്റാനിക്കര പോവും, ഗുരുവായൂർ പോവും, രാമേശ്വരം, അവിടെ ഇവിടെ ചിദംബരം. എൻ്റെ ലൈഫ് ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ സ്മിതയുടെ ലൈഫിൽ എങ്ങനെയാണ് വരുന്നത്? ഹസ്ബൻഡ് ഉണ്ട്, ഒരു ചട്ടക്കൂടിനുള്ളിലൊക്കെയാണോ നിൽക്കുന്നത്? ഒരിക്കലും അല്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ സീരിയൽ അഭിനയിക്കില്ലല്ലോ. പുള്ളി ഒരു മുസ്ലിമാണ്, നമ്മുടെ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. കുറച്ചൊക്കെ ഒരു അവര് ജനിച്ചു വളർന്ന രീതി കൊണ്ടായിരിക്കും കുറച്ചൊരു സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്. നമുക്കൊരു വിഷമം, അയ്യോ അവർക്ക് ഫീൽ അടിക്കുന്നെന്ന് തോന്നിയാൽ ഓക്കെ സിമി ചെയ്തോ, എന്നെ വീട്ടിൽ സിമി എന്നാണ് വിളിക്കുന്നത്, അപ്പൊ അത് ചെയ്തു എന്ന് പറയുന്ന ഒരാളാണ്. മതം മാറും അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? മതം മാറി. എന്റെ ജന്നത്ത് എന്നാണ് പേര്.
അവൾ മുസ്ലിമായിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ്. അപ്പൊ ജന്നത്ത് എന്നാണ് പേര്. അപ്പം അതൊക്കെ നിസ്കരിക്കാനും ഒക്കെ എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ അത് എല്ലാം ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണം എന്നും പറഞ്ഞ് ഭയങ്കര സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ല. ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന ആളാണ്. അതാണ് ലൈഫിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം. കാരണം കുറച്ച് ഓർത്തഡോക്സ് ആയി കഴിയുമ്പോഴത്തേനും അതിന്റെ അകത്ത് പുറത്ത് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അറ്റയറിലും അല്ല ഇങ്ങനത്തെ ഒരു ലുക്ക് അല്ല ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആർട്ടിസ്റ്റ് ആവുമ്പോ എന്താണെങ്കിലും നമ്മൾ ആ ഒരു ചട്ടക്കൂടിൽ ജീവിക്കാൻ പറ്റൂലല്ലോ, അല്ലേ? ഇല്ല, നമുക്ക് ഡിപ്പെൻസ് ആണല്ലോ, സിറ്റുവേഷൻ അനുസരിച്ച് കോസ്റ്റ്യൂം ധരിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊക്കെ കുഴപ്പമില്ല. ഈ കല്യാണ സമയത്താണോ മതം മാറിയത്? അതെ, സ്നേഹിച്ച് കല്യാണ സമയത്ത് നിക്കാഹ് ചെയ്യണമെങ്കിൽ മാറണം. അങ്ങനെ മതം മാറി. വീട്ടുകാരൊക്കെ എതിർപ്പുണ്ടായിരുന്നോ? ചെറിയ രീതിയിലൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഇൻഡിപെൻഡന്റ് ലേഡി ആയിരുന്നു. ഞാൻ BSc നേഴ്സ് അല്ലായിരുന്നു. അപ്പോൾ ദുബൈയിൽ ഗവൺമെന്റിലായിരുന്നു എനിക്ക് ജോലി. അപ്പൊ ഞാനൊരു കുറച്ചൊരു ഗവൺമെന്റ് ജോലി രാജിവെച്ചിട്ടാണ് കുട്ടി മോഡലിംഗ് ആക്ടിങ്ങിലേക്ക് മാറിയത്. ഇന്നത്തെ ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? ഇപ്പൊ ഞാന് ഇതല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാനഡയിലോ അങ്ങനെ എവിടെയെങ്കിലും ഓസ്ട്രേലിയ, നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം അവിടെയാണ്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടാണ്. പക്ഷെ ഒരു പാഷന്റെ പുറകെ പോയതുകൊണ്ടാണ്. ചിലപ്പോ എന്നെ ആരും ഒരു 10 പേരെ അറിയുന്ന വലിയൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ഓരോ മനുഷ്യരുടെ ലൈഫിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പൊ നേഴ്സായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോ കുറെ പേര് വന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ നേഴ്സിംഗിൽ ഇരിക്കുന്നത്, നിനക്ക് വല്ല മൂവിയിലും ഒക്കെ അഭിനയിച്ചൂടെ? ഓരോ അന്നത്തെ കാലത്ത് എന്തോ ഡയറി എഴുതുമല്ലോ, ഓട്ടോഗ്രാഫ് എഴുതുമല്ലോ. അതിലൊരു ഡോക്ടർ എനിക്ക് എഴുതി തന്നേക്കുന്നത്. ഞാനിപ്പോ ഈയിടെ എടുത്ത് വായിച്ചു. വൈ ആർ യു ഹിയർ ഇൻ നഴ്സിംഗ്, യു ഷുഡ് ബി ഇൻ മൂവീസ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അതില് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് എത്തി. ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ. ആകാശേ, ഈ നിങ്ങളുടെ വീഡിയോസ് അതുപോലെ തന്നെ റീൽസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് വരുന്ന ഒരു കമന്റ് ഉണ്ട്, ആകാശിനെ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു ചാന്തുപൊട്ട് ലുക്ക് ഉണ്ടെന്നും പറഞ്ഞ് കമന്റ്സ് കാണുന്നുണ്ട്. അത് അവർക്ക് തോന്നുന്നതായിരിക്കാം. അത് ഞാൻ കുറെ കാണാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ ക്യാരക്ടർ വൈസ് സ്ക്രീനിൽ എന്താണ് അത് മാത്രമാണ് എനിക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ചാന്തുപൊട്ടാവട്ടെ, 9 ആവട്ടെ, അലി ആവട്ടെ, നൊസ്സാവട്ടെ, എന്തോ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഒരു പ്രശ്നമേ ഇല്ല. കാരണം എനിക്ക് വേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ? അവർ കമൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന അവരെ വാല്യുബിൾ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ഗ്രേറ്റ് കാര്യമായിട്ട് വിചാരിക്കും. ഇപ്പം ഞാൻ 9 ആവട്ടെ, ചാന്തുപൊട്ടായിക്കോട്ടെ, എന്ത് വിളിച്ചാലും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിടം ചെയ്യാനില്ല. കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് പലരും രീതിയിലും കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളെ പറ്റിയാലും ഇപ്പം എന്നെ പറ്റില്ല, ഇപ്പം ഇവളെ പറ്റിയാലും മോശമായിട്ട്. കാരണം എന്നെക്കുറിച്ചും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത വ്യക്തി എന്നെക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ അവന് അല്ലെങ്കിൽ അവളെ പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 9 ആയിക്കോട്ടെ, അവർക്ക് ഇപ്പം എന്നെ 9 ആയിട്ടാണ് കാണാൻ ആഗ്രഹമെങ്കിൽ അത് കണ്ടോട്ടെ. ഞാൻ ചാന്തുപൊട്ടാണെങ്കിൽ അത് കണ്ടോട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമല്ല. വെയിറ്റ്, അയ്യോ എന്നെ അല്ലല്ല, ഞാൻ എവിടെയല്ല ഞാൻ പറയും. കാരണം വെച്ചാൽ ഞാൻ അധ്വാനിക്കുന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഷ്ടപ്പാടാണ്, എൻ്റെ വേർപ്പിൻ്റെ പൈസയാണ്. അത് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. നോ വൺ ടു ഗിവ് എനി ആൻസർ. നീ എന്നെ 9 ആയിട്ട് എന്നെ കാണും, ഞാൻ 9 ആയിക്കോട്ടെ. ഞാൻ ചാന്തുപൊട്ടാണ്, ഞാൻ ചാന്തുപൊട്ടെ, നിങ്ങൾ കണ്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമേ അല്ല. കൂടുതൽ പറയുകയാണെങ്കിൽ വേറെ ഞാൻ പറയും. അതിൽ കൂടുതൽ ഞാൻ പറയാൻ പോവില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റ്. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഡാൻസിനെ സ്നേഹിക്കുന്ന, എൻ്റെ ഓരോ എക്സ്പ്രഷനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്ട് ചെയ്യുന്നു. പേഴ്സണൽ ലൈഫിൽ എനിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഒരു പാർട്ട്ണർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ എനിക്ക് മതി. ഇന്നും പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ ലൈഫ് ഞാൻ മൊത്തം അങ്ങനെ വിഷമിച്ച് ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ കഷ്ടപ്പാടിൻ്റെ ഫലം അനുഭവിച്ച് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആരെന്ത് പറഞ്ഞാൽ ചാന്തുപൊട്ടല്ലേ എന്ത് പറഞ്ഞോട്ടെ, അതിൽ അവർക്ക് സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എൻ്റെ ജീവിതം. അതെനിക്കിപ്പോൾ ആദ്യം അഡ്വൈസിൻ്റെ ആവശ്യമില്ല. ഓപ്പോസിറ്റിൽ ആൾക്കാർ എന്നെ പറഞ്ഞ് നീ പണിയൊക്കെ പോടാന്ന് പറഞ്ഞ് എൻ്റെ കാര്യം നോക്കി ഞാൻ പോവും. അതാണ് ഞാൻ ആരും എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മൂമ്മ എന്നുള്ള വ്യക്തി, ഇപ്പം അമ്മൂമ്മ ഇല്ല, അമ്മൂമ്മ മരിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ഞാൻ വഹ വയ്ക്കൂല. എന്നോട് സ്നേഹമാണോ സ്നേഹം, എന്നോട് ഇഷ്ടമല്ലേ ഞാൻ അടി പഴക്കണമൊന്നും പോകില്ല. അവിടെ അപ്പം കട്ട് ചെയ്യും. അപ്പം കട്ട് ചെയ്ത് എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും. പിന്നെ അവരായിട്ട് യാതൊരു ബന്ധം
സസ്റ്റെയിൻ ചെയ്യാതെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ സന്തോഷത്തിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അല്ലാണ്ട് എന്നെ കുറിച്ച് ഇപ്പം നിങ്ങൾ 9 എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ക്ലാപ്പ് ചെയ്ത് ഞാൻ പോയിട്ടേ ഇരിക്കും. കാരണം ഇത് എൻ്റെ കരിയറിനെ ഒരിക്കലും ബാധിക്കാൻ പോകുന്ന വിഷയമേ അല്ല. അങ്ങനെ ആൾക്കാരെ എനിക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് നോ ഇഷ്യൂസ്. ഞാൻ 9 ആയിക്കോട്ടെ. ബിക്കോസ് ഓഫ് ഡാൻസർ എല്ലാവരും 9 ചാന്ത് പൊട്ടാണ് എന്നുള്ളതല്ല. ഡാൻസറിന് ഈ കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്നെ പോലെ ഒരു ജതി പറയാൻ പറ്റുമോ? താളം തട്ടി ജതി പറയാൻ പറ്റുമോ? എന്നെ പോലെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമോ? എന്നെ പോലെ ഒരു എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അവനില്ലാത്ത കഴിവ് എനിക്കുണ്ട്. ഞാൻ എവിടെയും തല ഉയർത്തി നിൽക്കും. ലക്ഷങ്ങൾ ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് ഒരുത്തനും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് എന്നെ ചാന്തുപൊട്ടെന്ന് വിളിക്കണോ, 9 വിളിക്കണോ, നൊസ് ഏത്, ഇനി LGBT ക്വയറിൽ ഇനി എന്തെങ്കിലും ഒരു പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കാനുണ്ടോ, നിങ്ങൾ വിളിച്ചോളൂ. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമേ അല്ല. LGBT എനിക്ക് എത്രയോ പേര് എനിക്ക് ഗേസിനെ അറിയാം, ലെസ്ബിയൻസിനെ അറിയാം, ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവരും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട്, ഈവൻ സ്മിതയ്ക്ക് പോലും എത്ര പേരുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് രഞ്ജുമാർ, ബാക്കിയുള്ള ജാൻമണി എല്ലാവരും. ഇനി ഏവം പറഞ്ഞാലും എനിക്ക് മാസമല്ല, ഞാൻ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയും. എനിക്ക് അതിനെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. പച്ചയ്ക്ക് ഞാൻ മുഖത്ത് നോക്കി പറയും. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇന്നും ഞാൻ വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. ഇന്നും കിട്ടുന്ന പൈസ അന്തസ്സായിട്ട് എൻ്റെ ലക്ഷറി ലൈഫ്. ഇവൾ എപ്പോഴും ചോദിക്കുക, അക്കു നീ എനിക്ക് എങ്ങനെ ആക്കും ഇങ്ങനെ പൈസയൊക്കെ സ്പെൻഡ്. ഇടയ്ക്ക് ഞാൻ കഷ്ടപ്പെടുന്ന പൈസ അവൾ എപ്പോഴും ആലോചിക്കും. കാരണം അവൾക്കൊരു കുട്ടി ഉള്ളതുകൊണ്ട് അവൾ എപ്പോഴും പൈസ കളയുന്ന കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആണ് അവൾ. ഞാൻ പറയാം, എനിക്ക് ഇപ്പം എൻ്റെ ആവശ്യത്തിനാണ് ഞാനിപ്പോൾ ഇന്ന് ഫ്ലൈറ്റിൽ പോകും. എത്ര ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഏതിൽ വേണമെങ്കിലും ഞാൻ പോകും. കാരണം ഞാൻ കഷ്ടപ്പെടുന്ന പൈസ ഞാൻ അനുഭവിച്ച് തീർക്കാനുള്ളതാണ്, എനിക്ക് ആരും കൊടുക്കാനുള്ളതല്ല. അപ്പോൾ എനിക്ക് ഉള്ളപ്പോൾ ഞാൻ അങ്ങ് മാക്സിമം എൻജോയ് ചെയ്യും. ഇല്ലേ വീട്ടിൽ ഞാൻ എൻ്റെ രീതി അനുസരിച്ച് ഞാൻ ജീവിക്കും. നിങ്ങളോട് സംസാരിച്ചതിന് സമയം പോയറിഞ്ഞില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ. തൽക്കാലം നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ആണോ? ഒരുപാടുണ്ട്. എന്നാലും അയ്യോ, വളരെയധികം സന്തോഷം. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ സ്മിതയോട് പറയാൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പം എന്തായാലും ഫൈനലി എനിക്കത് എന്താ, ഞാൻ ഓപ്പണായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചെന്ന് തോന്നി. എൻ്റെ പേഴ്സണൽ ലൈഫായിട്ടും ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടും കാര്യങ്ങൾ ഞാൻ ഇതുവരെ അങ്ങനെ എനിക്കത് ഇഷ്ടമല്ല. ഇവരോട് പോലെ എനിക്ക് ഇമോഷണൽ ആവാൻ ഇഷ്ടമല്ല. കാരണം ഓരോരുത്തർക്കും അവരായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ കാര്യം കൂടെ പറഞ്ഞ് അവരെന്തിനാണ് വിഷമിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് ആ ഒരു ഇതുണ്ട്. എൻ്റെ തന്നെ നിൽക്കട്ടെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ വളരെ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.